ദേ ബാംഗ്ലൂരിലെ പണക്കാരുടെ ദോശക്കട എന്നറിയപ്പെടുന്ന 24 അവേഴ്സും വർക്കിംഗ് ആയിട്ടുള്ള ഏകദേശം മാസത്തിൽ 4-5 കോടി രൂപ വരുമാനമുള്ള വ്യത്യസ്ത ഫുഡ് ഐറ്റങ്ങൾ കിട്ടുന്ന ഒരു കഫേ ബാംഗ്ലൂരിലെ രാമേശ്വരം കഫേയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സത്യത്തിൽ ഈ ഒരു കഫേയിൽ വരാനുള്ളൊരു കാരണം ഞാൻ ഇവരുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഫുഡ് ഐറ്റങ്ങളെ പറ്റിയെല്ലാം. അപ്പോൾ നമ്മൾ ഇതിന് അകത്തേക്ക് കയറി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. അതെല്ലാം കയറി നമ്മളകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഫുഡിൻ്റെ ഓർഡർ എടുക്കാൻ ആരും തന്നെ വരത്തില്ല. ഇതേപോലെ നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ റേറ്റ് നോക്കി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓർഡർ ആക്കുമ്പോൾ അവിടെ ഒരു സ്കാനർ വരും. സ്കാനറിൽ നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബില്ല് വരും. ഈ ബില്ലിൽ നമ്മൾ ഏതൊക്കെ കൗണ്ടറിൽ ചെന്നാൽ നമുക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റങ്ങൾ കിട്ടുമെന്ന് അതിലെഴുതിയിട്ടുണ്ടാകും. അങ്ങനെ ഓരോ കൗണ്ടറിലും നമ്മൾ ചെന്ന് ഇത് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫുഡ് ഐറ്റങ്ങൾ ഓരോന്ന് കിട്ടി. സത്യത്തിൽ ഞാൻ കണ്ട വീഡിയോയിൽ എല്ലാവരും പറഞ്ഞേക്കുന്നത് അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1.5 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് ഐറ്റങ്ങൾ കിട്ടിയെന്നുള്ളതാണ്. കാരണം ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഏത് സമയത്തും. പക്ഷേ ഞങ്ങൾ ചെന്ന സമയം രാവിലെ ഒരു 11 മണി ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. നമുക്കൊരു 5-10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. സത്യത്തിൽ നമ്മളിത് ഓർഡർ കൊടുത്ത് ഇതേപോലെ ഫുഡ് മേടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളോർക്കും ഒരു പാർക്കിങ്ങിനോ അല്ലെങ്കിൽ ഇരിക്കാനോ ഒരു സൗകര്യം ഇവിടെ ഇല്ല. ഒരു ചെയർ പോലും നമുക്കവിടെ ഇരിക്കാനുള്ളതില്ല. പക്ഷേ എല്ലാവരും ഫുഡ് വാങ്ങിച്ച് സ്വന്തമായിട്ട് തന്നെ ഓർഡർ കൊടുത്ത് ബില്ലടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് ഫുഡ് വാങ്ങിച്ച് കിട്ടുന്ന സ്ഥലത്താണ് കേട്ടോ ഇരിക്കുന്നത്. ഇവിടെ ഒരു ബെഞ്ച് പോലെ മാത്രമേ ഉള്ളൂ. അതിൽ ഓരോരുത്തർ വന്നിരിക്കും. ആ ഒരു സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നാണ് ഓരോരുത്തർ കഴിക്കുന്നത്. അപ്പോൾ നമ്മളോർക്കും എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് ഇങ്ങനെ ഈ ഒരു ഫുഡ് കഴിക്കുന്നതെന്ന് ഓർക്കും. പക്ഷേ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ കാര്യം മനസ്സിലായത്. ഈ ഒരു ടേസ്റ്റിൽ നമുക്ക് എങ്ങും കിട്ടത്തില്ല. അവരുടെ ഫുഡിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഇതേപോലെ ഇത്രയും ആൾക്കാർ വന്ന് ഈ ഫുഡ് ഐറ്റങ്ങൾ ഓരോന്നും ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കുന്നതിൻ്റെ. കാരണം അത്യാവശ്യം റേറ്റും ഉണ്ട് ഇവരുടെ ഫുഡ് ഐറ്റങ്ങൾക്ക്. അവിടുത്തെ അതായത് പൊടി മസാല ദോശയാണ്. ഇതിനെല്ലാം ഒരു വ്യത്യസ്ത ടേസ്റ്റാണ്. ഇവരുടെ ചട്നിക്കും സാമ്പാറിനും എല്ലാം ഒരു വ്യത്യസ്ത ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടുത്തെ ഫുഡ് ഐറ്റങ്ങൾ വേറെ ഒരു സ്ഥലത്തും ഈ ഒരു ടേസ്റ്റിൽ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെയാണ് രാമേശ്വരം കഫേ ഇത്രത്തോളം ഫേമസ് ആയിരിക്കുന്നത്. 24 അവേഴ്സ് ഇവിടെ വർക്കിങ്ങും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്താണേലും ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ ഇതേപോലുള്ള ഫുഡ് രാമേശ്വരം കഫേ ഉള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ഇവിടുത്തെ പൊടിയിഡലിയും അങ്ങനെ മറ്റു ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ചെയ്യുക. സൂപ്പർ ടേസ്റ്റാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.